ഒരു കോളത്തട്ടുണ്ട്. സാധാരണ ഐറ്റം ഒക്കെ ആണെങ്കിൽ ഇവിടെ അല്ലേ കാണുക. അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് വൈവിധ്യത നിറഞ്ഞ സാധനങ്ങളാ. ചീസൊന്നും അല്ല, ഇത് കണ്ടേച്ചു പോക്കോ. ഇതാണ് അപ്പയുടെ ഫേവറേറ്റ്. എനിക്ക് പിടി കിട്ടി. പബ്ലിക്കായിട്ട് പറയണില്ല. ഇതിന് നല്ല വിലയാട്ടോ. 1 കിലോ എത്രയാന്നറിയോ? 119 രൂപ. കൂട്ടത്തില് ലേഖ സാജു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫോളോവറും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബില്ലടിക്കാന്ന് പറഞ്ഞ് ഇതോടെ വെച്ച് അതിൽ നടന്നപ്പോഴേ ഒരാൾ പുറകിൽ നിന്ന് എന്നെ വിളിച്ചു, 1 മിനിറ്റ് നിൽക്കും നെഗറ്റീവ് കമന്റുകളും ഉണ്ടാവും. അപ്പൊ അതില് നെഗറ്റീവ് കമന്റ് അവരുടെ പേരുകൾ വരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അമ്മ ഏതാണ്ട് മൈക്രോവേവിലൊക്കെ വെച്ച് ചൂടാക്കുന്നത് കാരണം എന്തോ ഒരു കോളുണ്ട്, ഒരു കോളത്തട്ടുണ്ട്. സാധാരണ ഐറ്റം ഒക്കെ ആണെങ്കിൽ ഇവിടെ അല്ലേ കാണുക. അന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. ഫുൾ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഈ ജോലിയൊക്കെ ഉള്ള കാരണേ വന്നു കഴിയുമ്പോഴേക്ക് രാത്രിയാവും. പിന്നെ വേറെയും പണിയുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോ ഒക്കെ ഷെഡ്യൂൾ ചെയ്യണ്ടേ. വെരി ഡിഫിക്കൾട്ട്. ജീവിത രീതികൾ വളരെ വളരെ ടൈറ്റാണ്. പുറത്ത് നല്ല മഴയാ. കേമൻ മടയാണല്ലോ. 4 അല്ലാട്ടോ ഉള്ളത്. 6 ഡസം കൊണ്ടുവന്നു. മീനാമാലിയുടെ ഏഞ്ചലി ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കൊച്ചുമഞ്ചാച്ചന്റെ സിസ്റ്ററുമായിട്ട് വന്നപ്പോ 6 നവ്യ ബേക്കറിയിലെ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ഉഴുന്നുവടയും പിന്നെ ഞാൻ കാണിച്ചു തരാം. മറ്റേത് ഇതാ രസഗുളയല്ലോ, എന്റെ പേര് മറന്നുപോയി. ഗുലാബ് ജാം. നവ്യയിലെ 2 എടുത്തോണ്ട് വരാം. അത് ഞാൻ ഇവിടുന്ന് എടുക്കാം. അത് ഞാൻ കേടായി പോകാതെ പൊട്ടിച്ചില്ലായിരുന്നു ഇതിലേക്ക് വെച്ചത്. അത് നവ്യ ബേക്കറിയുടെ ഇത് തേൻമുട്ടായി പോലെ ഉണ്ടല്ലേ. എന്നാന്ന് എനിക്കറിയില്ല. ഇതിൽ എഴുതിയേക്കണ റൈസ് ബോൾസ് എന്ന്, റൈസ് ഹൽവ. പക്ഷെ ഇത് റൈസ് ഹൽവ അല്ല. നമുക്ക് പൊട്ടിക്കാം. കാരണം റൈസ് ഹൽവ ഇങ്ങനെയല്ലല്ലോ ഇരിക്കണേ, ബോളായിട്ടല്ലേ ഇരിക്കണേ. അത് കഴിക്കാൻ ചൂടാറാതെ ഇന്ന് അമ്മ ഈ ടേബിൾ മാറ്റ് ആട്ടോ ഇട്ടത്, മറ്റേതല്ല, പഴക്കൊലയല്ല. ചമ്മന്തി കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുമോ ഇന്ന് ദോശയാണോ ദൈവമേ. നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കേട്ടോ. ചിലപ്പോ ആയിരിക്കും. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പിയായിരുന്നു ടേസ്റ്റ് ചെയ്തത്. വടയുടെ കൂടെ ഇന്ന് ചമ്മന്തിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നല്ല വടയാന്ന് അപ്പൊ പറഞ്ഞോണ്ട് ഞാൻ ഇച്ചിരി ചട്നി ഉണ്ടാക്കിയതാണ്. നല്ല മഴ പെയ്യുമ്പോ നല്ല ചൂട് ഉഴുന്നുവടയും കാപ്പി വേണം. ചമ്മന്തി, പാല് മെൽറ്റാവണം, എന്നിട്ട് വേണം കാപ്പി എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് കാണുമ്പോ നിങ്ങള് വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ. നല്ല സോഫ്റ്റ് വടയാണ്. വടയും ചമ്മന്തി അമ്മയ്ക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാന്ന് തോന്നുന്നല്ലേ. അമ്മ ആവശ്യത്തിന് ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇല്ലേ കൊച്ചു പറഞ്ഞ പോലെ ടൊമാറ്റോ ചമ്മന്തി. ചാച്ചന്റെ മോന് ടൊമാറ്റോ ചമ്മന്തി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. ടൊമാറ്റോ ചമ്മന്തി ഇഷ്ടമുള്ളവർ കൈ പൊക്കുക കേട്ടോ. ഇവിടെ ചിലരൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചേട്ടോ. എനിക്ക് ആ പുളി ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോയുടെ അല്ലേ. പുളി ഇല്ലാഞ്ഞിട്ട് ഞാൻ അഡീഷണൽ വാളംപുളി ചേർക്കും. അപ്പൊ ഇന്ന് ഇതൊന്നും കഴിക്കണില്ലേ? പക്ഷെ എനിക്കില്ലേ വട നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇച്ചിരി ചെറിയ വടയാണ് ഇഷ്ടം. കുഞ്ഞി വട അതാകുമ്പോ നമുക്ക് കൂടുതലായോ എന്നുള്ളൊരു നല്ലത്. എന്റെ അഭിപ്രായം ഷേപ്പ് നല്ലതാ. പക്ഷെ അതെന്താ കടകളിൽ വിൽക്കുമ്പോ നമുക്ക് ഈ ഷേപ്പ് വേണം, സ്റ്റാൻഡേർഡ് സൈസ്. കാരണം അതനുസരിച്ചല്ല റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ടോ, നമ്മുടെ ചേട്ടന്മാരുടെ വട ഇത്രയും വലുതാണല്ലോ നമ്മൾ മേടിക്കണം ഇവിടെ. അത് തടിയുണ്ടെന്നേരം വണ്ണമുണ്ട്. അമ്മ അങ്ങനെയാ ഉണ്ടാക്കണേ. നമ്മള് കണ്ടിട്ടുണ്ട് വീഡിയോയില്. ഉരുട്ടി വെച്ചത് ഇങ്ങനെ വെച്ചത് ഇങ്ങനെ ഇങ്ങനെയാണ്. വെച്ചോണ്ടിരുന്നാ വിട്ടുപോരില്ല, പറ്റി പിടിച്ചിരിക്കും. എണ്ണ വരട്ടിയാൽ മതി, അല്ലെങ്കിൽ വെള്ളം. ഞാൻ എണ്ണ വരട്ടാറ്. അത് നിങ്ങൾ എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. 2-3 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കണം.
അമ്മേനെ ഈ ചമ്മന്തി കോരി കുടിക്കണേ. ഞാൻ ചമ്മന്തി വെച്ചിരുന്നാൽ കൊള്ളൂല, അതുകൊണ്ടാണ്. ഏഹേ, ഒരു വട ബാക്കി വന്നു. നാളെ അത് ചമ്മന്തി ഉണ്ടാക്കി തരുമല്ലാതെ കഴിക്കുമല്ലോ ചെയ്യാം. ഈ കാപ്പി തിളപ്പിക്കാനേ പാല് വെള്ളത്തിലിടാൻ മറന്നുപോയി, മെൽറ്റ് ആവണം. താമസമുണ്ട് കാപ്പി തിളത്താൻ. ഈ വടയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ, ഒരു ഡബ്ബയിലാക്കി വെക്കാം. നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണാം. അത് ഇത് കഴിഞ്ഞിട്ട് ഈ മേശ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു ചിട്ട വേണം. ചിട്ട വേണം. കൊണ്ടുവന്ന സാധനത്തിന് അപ്പയുടെ ഒരു ഫേവററ്റ് സാധനമുണ്ട്. തായ്ലൻഡ് സ്പെഷ്യൽ റോ പപ്പായ സാലഡ്. തായ്ലൻഡ് ഫുഡ് ഫെസ്റ്റ് നടക്കുക ലുലുവില്. റോ പപ്പായ സാലഡാ, നല്ലതാ. അധികം പഴുത്തിട്ടില്ല, ചെറുതായിട്ടൊരു പഴുപ്പ് വന്നിട്ടുണ്ട്. ചെമ്പ്രം കൊണ്ടാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പയ്ക്ക് പക്ഷെ എക്സ്പ്രഷൻ ഒന്നുമില്ല. അപ്പ എന്നെ ഈ നോക്കണേ. ഞാൻ നമ്മുടെ ബ്ലെൻഡർ കോഫി ആട്ടോ, ബ്ലെൻഡർ കോഫി. നോർമൽ, ഇതും ബ്രൂ തന്നെയാ, പക്ഷെ ബ്ലെൻഡറിലാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. അമ്മയ്ക്ക് നല്ല പതയുണ്ട്, അപ്പയ്ക്ക് പതയില്ല. എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള പതയാ. ഇതന്നെ അമ്മ വീണ്ടും ബ്രെഡൊക്കെ കഴിക്കണേ. എന്റെ പത കണ്ടോ, ഇത് നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ പത. ഇന്നത്തെ സാധനങ്ങൾ കാണാൻ അമ്മ എക്സൈറ്റഡ് ആണോ? ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കിറ്റിംഗ് കൊണ്ട് വരുമ്പോഴേ അറിയാം വീക്കെൻഡിൽ സംഗതികൾ. പക്ഷെ ഇന്നത്തെ സാധനങ്ങള് വൈവിധ്യമാർന്ന സാധനങ്ങളാ. ആണോ? അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് വൈവിധ്യത നിറഞ്ഞ സാധനങ്ങളാ. അതൊക്കെയാണ് സാധനം. ഇത് എനിക്കറിയാം. എന്നതാ? ഞാൻ ചീസാണോ? ചീസൊന്നും അല്ല. വൈറ്റ് എഗിന്റെ ക്യൂബ്, വൈറ്റ് എഗ് വൈറ്റ്. എന്നോടല്ലേ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറെ പണ്ട് ചെക്കപ്പിന് ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞത് എഗ് വൈറ്റ് കഴിക്കുവാണെങ്കിൽ ഡെയിലി കഴിക്കണം, പിന്നെ എഗ് യോക്കോട് കൂടി കഴിക്കുവാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയില 1 എഗ് കഴിക്കണമെന്ന് പറഞ്ഞു. ആ എഗ് വൈറ്റ് ക്യൂബായിട്ടാണ്. എങ്ങനെ ഇരിക്കണേന്നൊന്നും അറിയില്ല. പരീക്ഷ കറിക്കൊക്കെ ഇടാൻ നല്ലതാ. നല്ല. ഇതുകൊണ്ട് നാളെ ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ? ഇത് കണ്ടപ്പോ ഒരു മോഹം. അപ്പേനെ കാണിച്ചു കൊടുക്ക. അതെ, പനീർ കറി ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി നോക്കാം. എടി ഇത് ക്യൂബായിട്ടാണ് തോന്നണു. പക്ഷെ പുറമേ അതൊരു ഫ്ലാറ്റ് ആയിട്ടാ തോന്നിച്ചത്. അല്ല, പനീർ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ആ മോഡലില് എഗ് വൈറ്റ് കൊണ്ട് ഒരു കറി ഗ്രേവി ഉണ്ടാക്കാൻ. എഗ് വൈറ്റ് ക്യൂബ് നല്ല റേറ്റ് ഉണ്ടാവൂലോ? 65 രൂപ. കിട്ടിയില്ലേ? ലുലുവാണോ? ഇതാണോ ഉണ്ടാക്കിയ കറി? ഇത് എഗ് വൈറ്റ് ആണോ ഇട്ടിരിക്കുന്നത്? അത് വേണമെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കായിരുന്നു ആ കറി. പക്ഷെ അത് പുറമെ കാണുമ്പോഴേ അപ്പുറത്തെ വശം നോക്കി അത് ഫ്ലാറ്റ് ആയിട്ടാ തോന്നിക്കണേ. ഫ്ലാറ്റ് ആണ്. അല്ല, ക്യൂബ് എന്നല്ലേ പറഞ്ഞേ? അല്ല, അതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു പീസാ, ഒറ്റ പീസാ. അല്ല, പക്ഷെ ഈ കറി നല്ലതായിരിക്കും, മുട്ടയുടെ ആയതുകൊണ്ട്. എന്നിട്ട് വേണമെങ്കിൽ പനീർ ഇഷ്ടമല്ലല്ലോ, അതാ. അപ്പൊ ഇത് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ ഇതുകൊണ്ട്? എഗ് വൈറ്റിംഗ് കൊണ്ട് ഉണ്ടാക്കാം. എഗ് വൈറ്റിംഗ് കൊണ്ട് ഉണ്ടാക്കാം. അല്ല, എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ക്യൂബ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കണായിരിക്കും. നോക്കാം, എന്തായാലും അല്ല, എന്നിട്ട് ഒരു ഇച്ചിരി ചപ്പാത്തി മേടിച്ചാൽ മതി. കറിയും ചപ്പാത്തിയായിട്ട്. അതെ, ഒരു വൈവിധ്യതയുണ്ട്. ലിക്വിഡ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ലിക്വിഡ് ക്യൂബ് അല്ല, ക്യൂബ് അല്ലാതെ ലിക്വിഡ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇച്ചിരി വലുതാ. ലിക്വിഡ് കൊണ്ടുവന്ന ക്യൂബാ നല്ല. എനിക്ക് തോന്നി അതുകൊണ്ടാ ക്യൂബ്. അലമ്പാവും. കാരണം അത് സൂക്ഷിച്ചൊക്കെ വെക്കാൻ ഇച്ചിരി പാടാ. കുപ്പിയിലാണെങ്കിലും ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. അപ്പൊ അതിൽ നിന്ന് അറിയാതെ വേറെ 2 പാക്കറ്റ് എടുത്തു വെച്ചു. അതെന്നാ മിണ്ടാത്ത? അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ട്, പോവല്ലേ? ഇത് ജിഞ്ചർ പേസ്റ്റ്, ഫ്രഷ് ജിഞ്ചർ പേസ്റ്റ് 100 ഗ്രാം ആയിട്ട് മേടിച്ചതാ. 100 ഗ്രാം 37 രൂപ. ഇത് കണ്ടേച്ചു പോക്കോ, ഇതാണ് അപ്പയുടെ ഫേവറേറ്റ്. അവിടെ ഞാൻ കുറച്ചു പറഞ്ഞില്ലേ, റോ പപ്പായ സാലഡ്. അത് തുറന്നു നോക്കിയാ നല്ല രസാ. ഞാൻ തുറക്കട്ടെ? തൈവാൻ ഇതില് ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാം നമുക്ക്. വീഡിയോസിലൊക്കെ പലതും അങ്ങനെയുണ്ട്. ഞാനിത് പണ്ട് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ആ ഓർമ്മയിലാ ഞാനിത് മേടിച്ചത്. ടേസ്റ്റി ആട്ടോ അത്. എനിക്കത് ഇഷ്ടപ്പെട്ടു.
പണ്ട് ഞാനത് മേടിച്ച് കഴിച്ചിട്ടുള്ളതാ. ഒരു എറണാകുളത്ത് തന്നെ ഒരു ചൈനീസ് ഒരു ഷോപ്പിൽ നിന്ന്. നല്ല ബലമാണല്ലോ. അടപ്പ് ബലത്തിലിരിക്കും. പീസ് എടുത്ത് കഴിച്ചോ. റോ പപ്പായ സാലഡ് കൊള്ളാല്ലേ? ആ അരിഞ്ഞിരിക്കണത് നല്ല രസം. റോ പപ്പായ ചുമ്മാ ഉപ്പ് വരട്ടെ, ഇച്ചിരി വിനീഗർ ഇട്ടേക്കണത്. അതെ 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 അതെ. ഇത് ഞാൻ മേടിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധന. കാരണം വെറുതെ പപ്പായ അരിഞ്ഞു മാത്രല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഫോമില് നല്ലതായിരിക്കും എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചതാ. എരിവിന് പെപ്പറാന്ന് ആയിരിക്കും തോന്നണം. എനിക്കില്ലേ അത്ര ഇഷ്ടം. പതുക്കെ പറഞ്ഞാ മതി. എനിക്കും ഇഷ്ടാ. ഇവർക്ക് 2 പേർക്ക്. പക്ഷെ ഇത് വലിയ വിലയില്ല കേട്ടോ ഇതിന്. പപ്പായ 250 ഗ്രാമിന് 37 രൂപയുള്ളൂ. പപ്പായല്ലേ. ഇഷ്ടാലെന്ന് പറയണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാനാ 3 പീസ് എടുത്ത് തിന്നു. തായ്ലൻഡ് ഫുഡ് ഫെസ്റ്റ് നടക്കണ്ട അവിടെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു നല്ല ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. ലുലുവില് തന്നെ. ഞാൻ അടുത്ത് എടുക്കാം. ഇഞ്ചർ പേസ്റ്റ്. ഇത് പിന്നെ ഫ്രൂട്ട് എപ്പോഴും നിങ്ങൾ കണ്ട് മടുത്തേക്കണം. പേരയ്ക്ക തൊണ്ട് കളഞ്ഞ പേരയ്ക്കായോ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് വേണ്ട. അതെന്താ വെച്ചാൽ 2 ദിവസം ഇരിക്കുമ്പോഴേ ചിലപ്പോ അത് ചീത്തയായി പോകും. അതുകൊണ്ട് സാധ്യതയുണ്ട്. തൊണ്ടുള്ളത് തന്നെയാ. ബില്ല് ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. അതെ, കുറെ ബില്ലുകളായിട്ട് കിടപ്പുണ്ട്. അത് ഞാൻ ഇങ്ങനെ നോക്കണില്ല. ഇത് മറ്റവൻ ഡ്രാഗൺ. വെയിറ്റ് ഉള്ളതാണോ? ഡ്രാഗൺ ആണത്. ഇത് അത്രയും വേണം. ഞാൻ എടുത്തു തരാം. കത്രിക ഉണ്ടെങ്കിൽ അമ്മ ചികി ചികി ചികിന്ന അത്രയും വേണം. അല്ലെങ്കിൽ ഇതൊക്കെ ഒപ്പിച്ച് കീറി എനിക്ക് ഇഷ്ടമല്ല. മനകട് കാണിക്കരുത്. ഏതിനും അതിൻ്റെതായ ഒരു രീതി വേണം. ചുമ്മാ പിച്ച് കീറി അളിച്ചു വാരി. പക്ഷെ ഈ ഡ്രാഗണിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് മുറിക്കുമ്പോ കാണാം. എനിക്ക് പിടി കിട്ടി. ഞാൻ പറയണില്ല. അത് നിനക്ക് പിന്നെ അതൊരു ശരിയല്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയണില്ല. പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കാര്യമൊന്നും അല്ല. അതല്ല, നീ എപ്പോഴും ഉദ്ദേശിച്ച ഡ്രാഗൺ സാധാരണ കിട്ടാറില്ല എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പൊ എനിക്ക് എന്താന്ന് പിടി കിട്ടിയ ഡ്രാഗൺ. അത് മുറിക്കുമ്പോ കാണാം. അതുകൊണ്ടാണ് ഞാനിപ്പോ പറയണില്ല എന്ന് പറഞ്ഞത്. മുറിക്കുമ്പോ നമുക്ക് കാണിക്കാം. ഈ ഡ്രാഗൺ പൊതുവെ വലിയ രുചിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഹെൽത്തിന് നല്ലതാന്നാ പറയണേ. അതുകൊണ്ട് ഞാൻ മേടിക്കണം. ഫൈബർ കണ്ടന്റ് ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഞാനിത് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മധുരവും അധികം ഇല്ല, വളരെ ലിമിറ്റഡ് ഷുഗറേ ഉള്ളൂ. ഞാൻ ഈ ചില സംഗതി ഇങ്ങനെ കത്രിക എടുക്കണം അല്ലെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചിലര് എപ്പോഴും പറയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ. ഒരിക്കലും അല്ല, എൻ്റെ ലാംഗ്വേജ് അങ്ങനെയാട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണം. നിങ്ങളും ഒക്കെ വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാ വീടുകളിലും ചെയ്യണേ. ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് പറയണതല്ല. ഞാൻ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ ഇവിടെ ഇതിൽ പറയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ട്രിക്ട്നെസ്സുമായിട്ട് തോന്നണ്ട. പിന്നെ എനിക്ക് അടുക്കും ചിട്ടൊക്കെ വേണമെന്ന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഞാൻ വളർന്നത് എൻ്റെ സ്വന്തം അമ്മയല്ല എന്നെ വളർത്തിയേക്കണ, എൻ്റെ ഗ്രാൻഡ് മദറാണ്. അപ്പൊ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അവര് നല്ല അടുക്കും ചിട്ടയുള്ളവരാ. അപ്പൊ അതിന്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് കുറച്ച് അടുക്കും ചിട്ടയിൽ വന്നേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ സംസാര രീതി ഇത് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരു ഇതായിട്ടുള്ള ഒരു വ്യക്തി അല്ലാട്ടോ. ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. ഇതുപോലെ ഇതും മിക്ക വീടുകളിലും ഒന്നും അല്ലെങ്കിൽ സിസേഴ്സോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും കൊണ്ടായിരിക്കും കവറുകൾ കട്ട് ചെയ്യണത്. ഞാനിപ്പോൾ റബ്ബർ ബാൻഡ്, ഇപ്പോൾ ബ്രെഡിൻ്റെ ഒക്കെ ആണെങ്കിൽ ആ സാധനം ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന അതങ്ങ് മാറ്റി വെച്ച് ഞാനൊരു റബ്ബർ ബാൻഡ് അങ്ങ് ഇട്ട് വെക്കും. അപ്പൊ എന്നാന്നറിയാമോ, റബ്ബർ ബാൻഡ് ആകുമ്പോൾ കൈയൊന്നും മുറിയൂല, ബ്രെഡ് പിന്നെ ബാക്കി എടുക്കാൻ സൗകര്യം. റബ്ബർ ബാൻഡ് ഇന്നാളെ അപ്പ എന്നോട് പറയാം, ഈ റബ്ബർ ബാൻഡ് ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ മഹാപാടാ, കമ്പി തന്നെ വെച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞേ, കമ്പി ആകുമ്പോ കയ്യാലൊക്കെ കുത്തിക്കയറും, റബ്ബർ ബാൻഡ് ആകുമ്പോ ആ വിഷയം. എനിക്കും അപ്പയുടെ അതേ ടേസ്റ്റ്. റബ്ബർ ബാൻഡ് ഇഷ്ടമല്ല. എന്നോട് ചോദിച്ചില്ല, നിങ്ങൾ രണ്ടുപേരും ചോദിച്ചു എന്തിനാ റബ്ബർ ബാൻഡ്? അത് ഞാൻ പക്ഷെ അപ്പയുടെ കണ്ടിട്ടൊന്നും അല്ല. എനിക്ക് അങ്ങനെ ഒരു ജെനുവിൻ ടേസ്റ്റ് അങ്ങനെയാണ്. പിന്നെ ഈ സാധനം ഇല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന തപ്പ കളഞ്ഞതായതാ. അയ്യോ, യൂത്ത് മാമ ഇവിടെ പണിയാൻ വന്നുകൊണ്ടിരുന്ന, പാടില്ലാതെ ആയി വന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഏതോ ഒരു വീട്ടിൽ നിന്ന്
നടാനായിട്ട് ഇതിന്റെ തണ്ട് കൊണ്ടേ തന്നു. എന്നിട്ട് ഞാൻ ആ ചെറുനാരം നിക്കണതിന്റെ അവിടെ ഈ അടുക്കള വശത്ത് അവിടെ നട്ടു. എന്നിട്ട് അവിടെ ആ ഏരിയ മുഴുവൻ ഇത് പടർന്നു. എന്നിട്ട് രൂത്ത് എന്നോട് പറഞ്ഞു, ഇച്ചിരി ചാണകം വെച്ച് കൊടുക്കണം മോളെ, മുട്ടിന് ചാണകം വെക്കണം, ഇങ്ങനെ മണ്ണിൽ കിടക്കണടുത്ത് എന്നാലും ഉണ്ടാവുള്ളൂന്ന്. ഒരു ദിവസം അപ്പേ അത് മുഴുവനും കാട അവിടെ കണ്ട ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കുന്നു പറഞ്ഞു. ഏത് മിറ്റത്തിന് പുറത്താ പടർന്നു കിടന്നത് മുഴുവൻ വെട്ടി ചോട്ടിലിട്ട്. ഇപ്പൊ രൂത്ത് ചേച്ചിക്ക് പാടില്ലാതെയായി, വരാനും ഇല്ല. ഇപ്പൊ എവിടെ ഇതിന്റെ തണ്ട് കിട്ടണേ? ഇതിന് നല്ല വിലയാട്ടോ. 1 കിലോ എത്രയാന്നറിയോ? 119 രൂപ. അത്രയും ഉണ്ടല്ലേ? അത്രയും വിലയുണ്ട് ഇതിന്. 1 കിലോ കവറിൽ നിന്ന് മാറ്റാം, നാളെ പുഴുങ്ങാം. റെഡ് മധുരക്കിഴങ്ങാണ്. റെഡ് മധുരക്കിഴങ്ങിന് ഇപ്പോ ഹെൽത്ത് വൈസ് ഒത്തിരി നല്ലതാന്ന് പറഞ്ഞ് കേൾക്കണുണ്ട്. അതുകൊണ്ടാണോ ഇത്ര വില എന്നൊന്നും അറിയാൻ പാടില്ല. നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ടറിവാണ്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഞാൻ എവിടേക്കോ അങ്ങനെ വായിച്ചു കേട്ടു, റെഡ് വളരെ ഹെൽത്തി ആണ് എന്ന് ഞാൻ കേട്ടു. കൂടുതൽ അറിയില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ വില. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഐറ്റം. അതെ, വൈവിധ്യത ഇല്ലേ? ഉണ്ട്. എഗ് വൈറ്റ് പ്രത്യേകിച്ച് അത് പൊട്ടിക്കുമ്പോ നമുക്കൊന്ന് കാണിക്കാം. പപ്പായ അതും സാലഡിന്റെ പ്രത്യേകിച്ച്. പിന്നെ ഇത് ഇടയ്ക്ക് നീ മേടിച്ചോണ്ട് വരാറുള്ളതാ, ഇതും മേടിച്ചോണ്ട് വരാറുള്ളതാ. ഡ്രാഗണും മേടിക്കാറുണ്ട്, ഇത് മേടിക്കാറില്ല. ക്യൂബ് നമുക്ക് പൊട്ടിക്കുമ്പോ കാണിക്കണം. എനിക്കും കൗതുകമുണ്ട് അറിയാൻ. എടുക്കുള്ളൂ. എന്നിട്ട് ബാലൻസ് ഉള്ളത് ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. ഡബ്ബകളുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ഓക്കെ, എടുത്ത് വെക്കട്ടെ. ഈ മധുരക്കിഴങ്ങ് ഞാൻ മേടിച്ചത് എന്താന്നറിയോ? മഴയല്ലേ, പുഴുങ്ങാലോ എന്ന് വിചാരിച്ച. ഇത്രയും പോരെ നമുക്ക്? ധാരാളം. മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കാൻ നല്ല രസാ. മഴയത്ത് അങ്ങനെ കഴിക്കുന്ന കുറച്ചധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. സൂപ്പ് അപ്പൊ മറന്നിരിക്കാന്ന് തോന്നുന്നു. മഴക്കാലത്തുള്ള ചില സ്പെഷ്യൽ വിഭവങ്ങളാണ്. പിന്നെ അതെ, പിന്നെ കപ്പ പുഴുങ്ങിയത്, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്. അതെ അതെ, ഞാൻ പരീക്ഷിക്കാത്ത സൂപ്പുകള് നോൺ വെജ് അധികം പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ വെജ് ഒരുപാട് പരീക്ഷിച്ചു അല്ലേ? എന്തുമാത്രം പരീക്ഷിച്ചേ? അതെ 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 അതെ. ഞാനില്ലേ കഴിഞ്ഞ ദിവസം എറണാകുളം പോയപ്പോ നടത്തിയതായത് എന്റെ ഷോപ്പ് പോത്തീസ്. ഇത് മേടിച്ചതാ. പോത്തീസ് മാത്രമൊന്നും അല്ലാട്ടോ കേറാറ്. പോത്തീസിൽ നിന്ന് മേടിച്ചാണ്. ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ട സാരി. കോട്ട അമ്മയുടെ സ്ഥിരം കളറും അല്ല. എപ്പോഴും മെറൂണും പിങ്കും യെല്ലോ ഷെയ്ഡൊക്കെ അല്ലേ നിങ്ങൾ കാണണേ? വയലറ്റ് ഒക്കെ അല്ലേ കാണുന്നത്? അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഷെയ്ഡാ. ഓണക്കോടിയാണോ? ഓണക്കോടിയൊന്നും അല്ല, സാധാരണ ഇടാനായിട്ട്. ഓണത്തിന് അങ്ങനെ പ്രത്യേക കോടികളൊന്നും നമ്മൾ എടുക്കാറില്ലല്ലോ. ഫ്ലോറൽ പ്രിന്റ് അല്ലേ? ഫ്ലോറൽ പ്രിന്റാന്ന് തോന്നണം. ഞാൻ ഉദ്ദേശിച്ച് നീ അന്ന് മേടിച്ച ലാവൻഡർ ആ ഫ്ലോറൽ പ്രിന്റിന്റെ മെറ്റീരിയലാണ് നോക്കിയത്. പക്ഷെ ആ മെറ്റീരിയൽ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല അവിടെ. പിന്നെ ഞാൻ അവിടെ കയറിയപ്പോ ഒരെണ്ണം എടുത്തന്നേ ഉള്ളൂ. അതിന്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. 995 ആട്ടോ റേറ്റ്. നീ ഫോള് പിടിപ്പിക്കണം. ഈ കളറുള്ള വി ജോസഫേട്ടൻ്റെ കടയിൽ നിന്ന് ഞാനൊരു ഹക്കോബയുടെ പച്ച തുണി കുറേ മുമ്പ് മേടിച്ച് വെച്ചത് അവിടെ കണ്ടപ്പോൾ ഭംഗിയായിട്ട്. ഹക്കോബ നല്ല രസമുണ്ട്. അത് അപ്പേടയിൽ കഴിഞ്ഞ ദിവസം ടൈലറിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് തയ്ക്കാൻ. പിന്നെ നീ മേടിച്ച അന്ന് തന്നെ പിങ്കിന്റെ വിത്ത് ബ്ലൗസിന്റെ ലൈനിങ് മേടിച്ച് അതും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 അങ്ങനെ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നതിനാന്ന് വെച്ചാൽ പോത്തീസിൽ ചെന്നപ്പോ ഒരു ഗേൾ ഓടി വന്ന് ചോദിച്ചു, മമ്മാസ് കിച്ചൺ അല്ലേ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ. പിന്നെ 2 പേര് അവരും വന്ന് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ചുമ്മാ ഇങ്ങനെ വെതറി നടക്കൂലേ കാണാൻ, ബ്ലൗസ് മെറ്റീരിയലിന്റെ അതിലേക്ക് ചുമ്മാ നടന്നപ്പോൾ അവർ മാഡം വേണോന്നൊക്കെ ചോദിച്ചു പറയുമൊന്നും വേണ്ട, ഞാനിതൊക്കെ കണ്ടോളാം, അത് കഴിഞ്ഞ് ലാസ്റ്റ് ബില്ലടിക്കാന്ന് പറഞ്ഞ് ഇതോടെ വെച്ച് അതിൽ നടന്നപ്പോഴേ ഒരാൾ പുറകിൽ തന്നെ വിളിച്ചു, 1 മിനിറ്റ് നിൽക്കുമെന്ന്. നമ്മളെ അറിയൂലല്ലോ അവരെ. എനിക്ക് ഭയങ്കര ഹരായി. എന്നാന്നറിയാമോ? അവരുടെ പേര്, അവര് വെളിയിലാണ് ഇപ്പൊ വെക്കേഷന് നാട്ടിൽ വന്നേക്കണം. പേര് സബീന. പക്ഷെ വിദേശത്താണ്. 2 കുട്ടികളുണ്ട്. ഞാൻ വിശദമായിട്ട് സംസാരിച്ചു. അപ്പൊ അവർക്ക് ഏറ്റവും സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നാട്ടിലില്ലാത്ത കൊണ്ട് നാട്ടിലെ ഐറ്റംസ്, പ്രത്യേകിച്ച് ചക്ക, മാങ്ങ, കപ്പ ഐറ്റംസ് കാണുമ്പോ ഭയങ്കര ഭയങ്കരമായിട്ട് ഉണ്ടാന്ന് പറഞ്ഞത് കാണുമ്പോ. അത് മിക്കവാറും ഉച്ച സമയത്തെ കറികളും ചക്കക്കുരും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹരം. അപ്പൊ അതിന്റെ
വീട്ടിൽ വിളിച്ച് പറഞ്ഞ് എനിക്ക് ചക്കയും മാങ്ങയൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞ് വീട്ടിലിത്തോണം അവർ സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ച് എന്നോട് പറയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, വർക്ക് ചെയ്യുവാണ്. പിന്നെ മോളോടും പപ്പയോടും അന്വേഷണം പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോട്ടെ, ട്രെയിനിനാണ് ഞാൻ പോകുന്നത്. വൈകിട്ടപ്പം അല്ലെ ട്രെയിൻ കിട്ടൂല, പോട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. കൂട്ടത്തില് ലേഖ സാജു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫോളോവറും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലേഖ സാജു സ്ഥിരം കമന്റ്. ഞാൻ ഈ ലേഖ സാജു എന്ന് കണ്ടപ്പോ പെട്ടെന്ന് നോക്കിയത് എന്നാന്നറിയാമോ, എന്റെ ഒരു കസിൻ ലീജ സാജു ഉണ്ട്, കൊച്ചുമോളേച്ചി. അപ്പൊ ഞാൻ പെട്ടെന്ന് കൊച്ചുമോളാണെന്നറിയാൻ നോക്കിയപ്പോഴേ കണ്ണാടി വെച്ച് നോക്കിയപ്പോ ലേഖ സാജു അപ്പൊ ലേഖ സാജുവിന്റെ വീടൊന്നും ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണെന്ന്. ഒരു ഹായ് തരാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ലേഖ സാജുവിന് ഒരു ഹായ് പറയുവാണ്. പിന്നെ ഇത് കൂടാതെ അന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 പേരെ കണ്ടു. ഒന്ന് ഞങ്ങളുടെ നാട്ടുകാരി തന്നെയാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അപ്പേനെ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ കണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു, പേര് മറന്നുപോയി കേട്ടോ. പരിചയപ്പെട്ടു. പിന്നെ തിരുവല്ലായിലുള്ള ഒരു ലേഡിയെ പരിചയപ്പെട്ടു, വെണ്ണിക്കുളം. അപ്പൊ എന്നോട് പറഞ്ഞു പരമല ട്രിപ്പൊക്കെ കാണാറുണ്ട്, റെഗുലർ ആയിട്ട് വീഡിയോ കാണാറുണ്ട്, അവരുടെ മോൾ ഇവിടെ വീഡിയോ പഠിക്കുക. അപ്പൊ അവിടെ വന്നതാ കാണാനായിട്ട്, മോളെ കാണാനായിട്ട് വന്ന കൂടെ ഒരു പുള്ളിക്കാരിയുണ്ട്, 2 പേരും കൂടെ അവർ വന്നത്. അപ്പൊ കുറെ നേരം സംസാരിച്ചു. അവർക്കും ഭയങ്കര സന്തോഷം നാട്ടുമ്പുറമൊക്കെ കാണുന്നത്. അപ്പൊ ഞാനില്ലേ വെണ്ണിക്കുളം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ തിരുവല്ല, പൊടിയാടി, വളഞ്ഞവട്ടം, ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാണ്, മാന്നാറ, പിന്നെ ഇതാ പരിമല, ഇതൊക്കെ എനിക്കറിയാം. പരിമല വരെയുള്ള റൂട്ടേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരില്ലേ എന്റെ നേരെ കുറച്ചു നേരം നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോണ റൂട്ട് ആയതുകൊണ്ട് അറിയാവുന്നതാണ്, ഒരു വർഷം ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പരിമലപ്പള്ളിയിൽ വരാറുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. പിന്നെ വെണ്ണിക്കുളം ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അവിടെ നിന്ന് ഞങ്ങളുടെ ഫാമിലിയിലേക്ക്, ഞങ്ങളുടെ ഒരു ആൻറ്റി വെണ്ണിക്കുളത്തുനിന്ന് എറണാകുളം താമസിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ കുറേ നേരം സംസാരിച്ചു. അപ്പം ഇവരെല്ലാം നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ശീല, ഇതെല്ലാം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം നമ്മളെ അവരെ ഡെയിലി കാണുന്നുണ്ട്, ഡെയിലി നമ്മളെ കാണുന്നത് കൊണ്ട്. അപ്പം നിന്നോട് അന്വേഷണം പറയണം, ഇങ്ങനെ എറണാകുളത്ത് വർക്ക് ചെയ്യുമല്ലേ എന്നൊക്കെ ചോദിച്ചു. അച്ചാച്ചൻ എന്നെ എടുക്കണേ അപ്പനെ ചോദിച്ചാൽ വർത്താനമൊക്കെ പറഞ്ഞ് മെമൂലി കയറിപ്പോന്നു. ഞാൻ വേറെ സൈഡിലായിരുന്നു, അവർ വേറൊരു സൈഡിലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഇറങ്ങി. അപ്പം അങ്ങനെ പോയപ്പോൾ കണ്ട വിവരം പറഞ്ഞതാട്ടോ. അപ്പോൾ ഓക്കെ, നീ ഉടുക്കുമ്പോൾ കണ്ടാൽ മതി, സസ്പെൻസ് ആയിട്ടിരുന്നാൽ മതി. തുമ്പ അങ്ങനെ പ്രത്യേകതയില്ല, അത് ആ മറ്റതിൻ്റെ വയലറ്റിനെ പോലെ തന്നെ. ഇനി ഫോള് പിടിപ്പിക്കണം. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തോ? ഫോള് കിട്ടിയില്ല അവിടെ. ഫോള് ഇവിടെ നമ്മളെത്തിയിട്ട് മേടിക്കാൻ നടത്താം. ഫോളടിക്കാൻ കൊടുത്ത പിറ്റേ ദിവസം തന്നെ കിട്ടും. ഇതാണ് ഇതിന്റെ പ്രിന്റ്, സിമ്പിൾ ഒരു കോട്ട സാരി. നിങ്ങൾക്ക് എല്ലാ വ്യക്തികൾക്കും ഇപ്പൊ റെഗുലർ ആയിട്ട് എന്നെ കാണണവർക്ക് അറിയാം ഞാൻ ഏതുതരം സാരി യൂസ് ചെയ്യണമെന്നുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ മാത്രമേ മറ്റ് സാരികൾ യൂസ് ചെയ്യാറുള്ളൂ. സാധാരണ ഉപയോഗിക്കുന്ന ഈ മോഡൽ സാരികളാണ് ഡെയിലി വെയർ. കാരണം ഞാൻ ജോലിക്ക് പോയ ആളല്ല കേട്ടോ. അപ്പഴേ കോളേജ് കാലം മുതലേ അങ്ങനെയാണ്. അന്നൊക്കെ പിന്നെ കട്ട് വർക്കുകളൊക്കെ ഓർഗൻറ്റി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും 1-2 കട്ട് വർക്കുകൾ കയ്യിലിരിപ്പുണ്ടെങ്കിൽ കാലാവസ്ഥ അനുകൂലം അല്ലാതെ അടിച്ച് ചാർത്താം, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. 2 കസ്റ്റഡിയിൽ ഉണ്ട് കേട്ടോ. അമ്മക്ക് ചിക്കൻ കാരി സാരികൾ ഇഷ്ടമാണോ? അതൊക്കെ കൂട്ടിക്കിടക്കും. എനിക്ക് ആ കാന്താവർക്ക് സിൽക്ക് നല്ല 1-ാം തരം ഖാദിയിലെ പണ്ട് മേടിച്ച് ബിസ്ക്കറ്റ് കളർ. മറ്റേത് എനിക്ക് ഇഷ്ടമല്ല. അത് കോട്ടൺ കുറച്ച് കഴിയുമ്പോൾ എന്നാന്നോ പതുങ്ങിപ്പോവും. സ്റ്റാർച്ച് ഇട്ടാലും പതുങ്ങും. അങ്ങനെ പതുങ്ങി എനിക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് നല്ല പറന്നങ്ങ് ഇരിക്കണം. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ പഴയ പടം കണ്ടപ്പോൾ, പഴയ പടത്തിലൊക്കെ ഇതുണ്ട്, പ്രായമാകുമ്പോൾ പിന്നെ ഇച്ചിരി ക്ഷീണിക്കണൊക്കെ നല്ലതല്ലേ. ക്ഷീണിച്ചു പോയി. അപ്പൊ പിന്നെ പറന്നങ്ങടെ ഇരുന്നില്ലെങ്കിൽ ശരിയാവൂല. ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമന്റ് ചെയ്യൂട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാരി. ഉടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കും. ഇതിന്റെ കൂടെയുള്ള ആക്സസറി ഉണ്ടല്ലോ ഏറ്റവും സിമ്പിൾ ആക്കി ഇടാവുള്ളൂ കേട്ടോ. കാരണം സാരി കുറച്ച് ക്രൗഡഡ് സാരി ആയതുകൊണ്ട് ഡിസൈൻ ഒക്കെ കുറച്ച് ക്രൗഡഡ് അല്ലേ. അപ്പൊ സിമ്പിൾ ആക്സസറി വേണം ഇതിന്റെ കൂടെ. ആക്സസറി എന്ന് പറഞ്ഞാൽ ഞാനില്ലേ മാല, ഞാനില്ലേ
സ്വർണത്തിന്റെ തന്നെയല്ലേ ഇടുന്നത്. ഇച്ചിരി ഇച്ചിരി പൊന്നൊക്കെ ഉള്ളത് വലുതൊക്കെ ഇരിക്കും. കമ്മല് റൗണ്ട് പേൾ കമ്മലിടാം, മാല റൗണ്ട് പേൾ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് സാരി കുറച്ച് ക്രൗഡഡാ. റൈസ് പേളോ സിമ്പിൾ ആയിട്ടുള്ള പേൾ ഇട്ടാ മതി. ഏതെങ്കിലും ഇടാം, പേള് വേണമെന്നില്ല, വേറെ സിമ്പിൾ ചെയിൻ ഇട്ടാലും മതി. കാരണം സാരി എടുത്ത് നിക്കണ്ട, അതിന്റെ കൂടെ വലിയ ആഭരണങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആകപ്പാടെ ക്രൗഡായി പോകും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാ ഇരിക്കണം. സാരിയുടെ എടുപ്പ് കിട്ടണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആഭരണം ഇടാം. ശരിയല്ലേ? നിങ്ങൾ പറയൂ. പക്ഷെ വാർത്തയ്ക്കാകുമ്പോ ഒത്തിരി അടാമൂടിയൊന്നും വേണ്ട, ഈ രീതിയിലൊക്കെ അങ്ങ് പോയാ മതി. അതെ, ഓക്കെ ഓക്കെ. ഇനി മുറിക്കുമ്പോ നോക്കിക്കോ. അമ്മ ദേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു കേട്ടോ. തല കഴിയില്ല എന്നോ, രാത്രി 8 മണി 8:30 9 മണിയായി. നീ വന്നപ്പോ ലേറ്റ് ആയി, അതുകൊണ്ടാ. അപ്പൊ നമ്മള് നേരത്തെ എങ്ങനെയായിരുന്നു പൊളിച്ചത്? ഉറക്കം പറഞ്ഞോ? നേരത്തെ എങ്ങനെയായിരുന്നു പൊളിച്ചത്? ജസ്റ്റ് അങ്ങനെ തന്നെ. ഇത് പൊളിക്കാൻ എളുപ്പാ. എന്നിട്ട് തുണി പോലെ ഇങ്ങനെ വലിച്ചെടുക്കാം. തുണി രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിച്ചോ. മുറിക്കുമ്പോഴാണ് അമ്മയെ കാത്തിരിക്കുന്നത്. എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞപ്പോ. എപ്പോഴും വൈറ്റ് അല്ലേ അകത്തൊക്കെ ഇട്ടാറ്. അപ്പനെ കാണിച്ചു കൊടുത്തേ. ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ ഇത് കാണാനായിട്ട്? വരാം, അപ്പനെ കാണിക്കാം. അപ്പക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അപ്പൊ വീഡിയോ ഈ കളറ് കാണാൻ നല്ല രസാ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കളർ. എല്ലാരും നീ പറയുന്ന ടേസ്റ്റ് മറ്റേതിനെ ഇച്ചിരി നല്ല. ടേസ്റ്റ് വൈറ്റിനാണ് ഇച്ചിരി കൂടി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കണേ. രണ്ടിനും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ ഹെൽത്തി ആണെന്നാ പറയണ പൊതുവെ. അതുകൊണ്ടാണ് ഞാൻ മേടിക്കണേ. പിന്നെ മധുരം അധികം ഇല്ല. ഫ്രൂട്ട്സ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ഷുഗർ ഇൻടേക്ക് കൂടും. അപ്പൊ മധുരം കുറവുള്ള ഫ്രൂട്ടുകൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കുമല്ലോ. നാളെ ആരോ നല്ലൊരു സബ്സ്ക്രൈബർ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കമന്റ് കണ്ടായിരുന്നു തോന്നണം നീ. അതായത് ഫ്രൂട്ട് ബൗളില് കണ്ടിട്ട് ലേറ്റ് ആയി അത് കഴിച്ച വയറിന അത് ചിലപ്പോ എനിക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി അസിഡിറ്റി പ്രോബ്ലം ഉള്ള ആളാണ്. അത് സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവണേ. അപ്പൊ അവര് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളവർക്ക് ചിലപ്പോ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരതുകൊണ്ട് വൈകിട്ട് നേരത്തെ കഴിക്കുന്നു. അത് നമ്മളൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കറക്റ്റ് അഭിപ്രായം എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. കണ്ടായിരുന്നു ആ കമന്റ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഞാൻ ചിലര് പറയും അപ്പേനെ അമ്മേനോടും പറയണോന്ന്. ഞങ്ങള് സ്ഥിരമായിട്ട് കമന്റ് വായിക്കാറുണ്ട് കേട്ടോ. റിപ്ലൈ തന്നെ ഇവളാന്നുള്ളൂ. ഞാൻ വീഡിയോ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ് കമന്റ് നോക്കാൻ. അത് എപ്പോഴും പോസിറ്റീവ് കമന്റ് തന്നെ ആയിരിക്കുമല്ലോ, നെഗറ്റീവ് കമന്റുകളും ഉണ്ടാവും. അപ്പൊ അതില് നെഗറ്റീവ് കമന്റ്, നല്ല നെഗറ്റീവ് കമന്റ് നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഞങ്ങളത് ഞങ്ങളുടെ ലൈഫിൽ പകർത്തി ആ രീതിയിലാക്കി മാറ്റാറുണ്ട് കാര്യങ്ങളെ. കാരണം ജെനുവിൻ ആയിട്ടിട്ടേക്കണ കമന്റ് ആണെന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അത് പിന്നെ വെറുതെ അല്ലാതെ ഇടണവരെ നമുക്കറിയാൻ പറ്റും. അവരുടെ പേരുകൾ വരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമായിട്ട് പറഞ്ഞതല്ല, ഓരോരുത്തർ ഓരോന്നിൽ ആനന്ദം കണ്ടെത്തണമല്ലേ. അപ്പൊ ഇത് നമുക്ക് മുറിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് മാറിപ്പോവും. അപ്പൊ ഇത് വേസ്റ്റിൽ ഇട്ടേച്ച് വരാം. എന്നിട്ട് ഇത് കട്ട് ചെയ്യാം. പടം എടുക്കട്ടെ. പടം എടുത്തു. ഞങ്ങളുടെ ബാല്യകാലത്തിലെ ചിരട്ടയിൽ മണ്ണപ്പം ചുടുന്ന പോലെ കമത്തി വെച്ചു ചിരട്ട. ഞങ്ങള് ചിരട്ടയിൽ ഇങ്ങനെ മണ്ണ് കുഴച്ചേച്ച് ഇങ്ങനെ കുത്തി. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ചുട്ടേച്ച് ചിരട്ട ഇങ്ങനെ പൊക്കും. അപ്പൊ ചിരട്ടപ്പുട്ട് പോലെ. ഞാൻ അന്നേരം ചോദിച്ചിട്ടുണ്ട് ഇത് തിന്നാൻ പറ്റുമോന്ന്. വേറെ ഞാൻ എപ്പോഴും എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഇത് തിന്നാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ ഇത് ചുടണേന്ന്. കാരണം ഞാൻ അന്നും വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. സംശയങ്ങൾ കൊണ്ട് ഞാൻ മടുത്തിട്ടുണ്ട്. അവസാനമില്ലേ എനിക്ക് അറിയാൻ മേലാത്ത സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും മിണ്ടാണ്ടിരിക്കാൻ. ഞാൻ അന്നും ഭയങ്കര റിയലിസ്റ്റിക് തോട്ടിലുള്ള ആളായിരുന്നു. ഇന്നും അതുപോലെ തന്നെ, അന്നും അങ്ങനെയായിരുന്നു. ഇവിടുത്തെ ഫാമിലി ട്രഡീഷനാ. കട്ട് ചെയ്തിട്ടായി 4 കട്ട് ചെയ്തു. ഇതിന്റെ സൗന്ദര്യമാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ചെറുതാക്കാൻ കേട്ടോ, ചെറുതാക്കാം. ഇതിന്റെ സൗന്ദര്യം കണ്ട് നമ്മള് ആകൃഷ്ടരായി പോകൂലേ. ശരിയാ. പക്ഷെ വളരെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഹെവി ഒന്നും അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാ. രുചി പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, കാരണം വലിയ രുചിയില്ല. പിന്നെ നമ്മള് എല്ലാം അങ്ങനെ രുചി നോക്കി അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഗുണം എപ്പോഴും നമ്മള് അതെ 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 ഗുണം നോക്കണം. മധുരം ഇല്ല അല്ലേ? മധുരം വളരെ കുറവാ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മധുരം കുറവാ. പക്ഷെ കുഴപ്പമില്ല സാധനം. ഞാൻ അതുകൊണ്ടാ ഫ്രൂട്ട്സ് ഇപ്പൊ കൂടുതൽ കഴിക്കുമ്പോഴേ നമ്മളെല്ലാ ഷുഗറി ഫ്രൂട്ടും അങ്ങനെ കഴിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഷുഗർ കുറവുള്ളതും ഗുണമുള്ളതുമായ ഫ്രൂട്ടുകൾ നോക്കിയാണ് കാര്യമുണ്ട്.
ഒരു ചടങ്ങ് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പൊ സിബിച്ചാച്ചൻ ഉം. 3 ടിൻ ആ ഐസ്ക്രീം കൊണ്ടുവന്നത്. 1 ടിൻ ഞാൻ നയനക്കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടു. 2 ടിൻ ഇവിടെ മതിയെന്ന് പറഞ്ഞു. 2 ടിന്നിൽ 1 ടിൻ പൊട്ടിക്കാതെ ഇരിക്കും. അതെ അതെ, കുറച്ചായിട്ട് നമ്മള് കഴിക്കണ്ടല്ലോ അത്. 1 ടിന്നിലെ പൊട്ടിച്ച് കുറച്ച് അന്നേരം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ പാകിച്ചെടുത്തു. പിന്നെ പലതും ഉണ്ടായിരുന്നോണ്ട് പിള്ളേർക്ക് വലിയ മീച്ചയില്ല, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ട്. അപ്പൊ 1 ടിൻ ഡീപ് ഫ്രീസറിൽ ഇരിക്കുക. അപ്പൊ ഇവള് പറഞ്ഞതിനാന്ന് വെച്ചാൽ മധുരങ്ങൾ ഒരുപാട് അങ്ങനെ ചെല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് മധുരം കൺട്രോൾ ചെയ്ത് കഴിക്കണേന്ന്. കൂട്ടാ ഇച്ചിരി വീതം നമ്മൾ എടുത്ത് കഴിക്കും. ഒരുപാട് അങ്ങ് കഴിക്കണതിന് പകരം കുറച്ചായിട്ട് നമ്മൾ കഴിക്കും. അപ്പൊ നമുക്ക് കുറെ ദിവസങ്ങളും കഴിക്കാം. ഓക്കെ, അതാണ് സംഭവം. നല്ല കളറല്ലേ? അതാണ് ഇതിന്റെ അട്രാക്ഷൻ. വൈറ്റിന് വലിയ അട്രാക്ഷൻ ഇല്ല. ഇത് ഇന്ത്യനാ. വൈറ്റ് ഞാൻ മേടിച്ചോണ്ട് വന്നത് വിയറ്റ്നാം ആയിരുന്നു. ഇനി വേറെ കളറുകളൊക്കെ ഉണ്ടെന്നാ കേൾക്കണേ. യെല്ലോ ഡ്രാഗൺ ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ 2-3 വർഷം തിന്നു കേട്ടോ. ഇനി നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. അതെ, ഫ്രൂട്ട് ബൗൾ സെറ്റ് ചെയ്യാം. ബൗളിലേക്ക് വെച്ചേക്കട്ടെ. ബൗളിലല്ല, ഇതിൽ വെക്കണ്ട. ബൗളിലേക്ക് വെച്ചേക്കാം. നീ സെറ്റ് ചെയ്യുമ്പോ നീ എടുത്തു വെച്ചോ കേട്ടോ. നാക്ക് നോക്കിയേ, നാക്ക് കാണിച്ചേ. ആ ഫുള്ള് പർപ്പിൾ കളറ്. ബൗളിൽ